നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മനസ്സിൽ എന്നും ഒരു മുറിപ്പാടായി കിടക്കുന്ന മാറാട് കലാപം വീണ്ടും ചർച്ചയാവുകയാണ്. മാറാട് കലാപം എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. വാർത്തകളിലും മാധ്യമങ്ങളിലും അന്ന് ജനിച്ചിട്ടില്ലാത്തവർക്ക് പോലും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുമൊക്കെ അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാം. എന്നാൽ തന്നെ ഒന്ന് ചുരുക്കി പറയാം. 2003 പുതുവത്സരത്തിനോടനുബന്ധിച്ച് മാറാട് കടപ്പുറത്ത് മത്സ്യബന്ധന തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യബന്ധനം ഉപജീവനമാക്കി ജീവിക്കുന്ന വിഭാഗങ്ങൾ തമ്മിൽ, അത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ഒരു ചെറിയ സംഘർഷമുണ്ടാവുകയും ആ സംഘർഷത്തിൽ 2003 പുതുവത്സരത്തിൽ 3 മുസ്ലിങ്ങളും 2 ഹിന്ദുക്കളും മരിക്കുകയും ചെയ്തു. തുടർന്ന് മാറാട് സ്ഥിരമായിട്ട് ഇത്തരം സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമായതുകൊണ്ട് പോലീസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് അവിടെ സ്ഥാപിക്കുകയും പോലീസ് അവിടെ ശക്തമായ കാവലുകളും പെട്രോളിങ്ങും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഒരു 5 മാസത്തോളം ഒരു ശാന്തമായ സ്ഥിതി ഈ പുതുവത്സരത്തെ തുടർന്ന് 2003 നിലനിന്നു. അതേ തുടർന്ന് ഈ പോലീസ് ഔട്ട് പോസ്റ്റ് അവിടുന്ന് പിൻവലിക്കുകയും പോലീസുകാരവിടുന്ന് മാറുകയും ചെയ്തു. തുടർന്ന് 2003 മെയ് മാസം 2-ാം തീയതി 150-ന് മേലുള്ള ആൾക്കാർ ആയുധങ്ങളുമായി, അത് വടിവാളുകളും വാളുകളും ഒക്കെയായി മാറാട് കടപ്പുറം ആക്രമിക്കുകയും തുടർന്ന് 8 ഹിന്ദുക്കൾ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു അക്രമിയായിട്ടുള്ള ഒരാൾ മാറി വെട്ടുകൊണ്ട് മരിക്കുകയും ചെയ്തു, അസ്കർ എന്നുള്ളൊരു അക്രമി. ഇതാണ് മാറാടിൻ്റെ ഒരു പൊതുവായ പശ്ചാത്തലം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് വീണ്ടും പറഞ്ഞു എന്ന് മാത്രം. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് AK ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. ജസ്റ്റിസ് തോമസ് പി ജോസഫിൻ്റെ മേൽനോട്ടത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ വ്യക്തമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്, ഈ സംഭവത്തിന് പിന്നിലുണ്ട്. ഒരു വർഗീയ കലാപം ഉണ്ടാക്കി ആളിപ്പടർത്തുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഗൂഢാലോചന ഈ സംഭവത്തിലുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് തോമസ് പി ജോസഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ജസ്റ്റിസ് തോമസ് പി ജോസഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം ദൗർഭാഗ്യവശാൽ ഇന്നേ വരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം 63-ലേറെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു വിചാരണകളിൽ. കേരള ഹൈക്കോടതി 2016 കോളിയക്കോട് ഹാജി എന്ന 2024 അന്തരിച്ച സാമൂഹ്യ പ്രവർത്തകൻ്റെ പൊതുതാൽപര്യ ഹർജിക്ക് മേൽ ഈ അന്വേഷണം CBIക്ക് വിട്ടു. അതിനു മുമ്പ് നിരവധി തവണ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് ആ ഹർജികളെല്ലാം തള്ളിപ്പോവുകയും സർക്കാർ തന്നെ ഒരു തണുപ്പൻ നയം ഈ CBI അന്വേഷണത്തിനോട് പുലർത്തുകയും ചെയ്ത വസ്തുതകളുണ്ട്. അങ്ങനെയാണ് 2016 കോളിയക്കോട് ഹാജി എന്ന സാമൂഹ്യ പ്രവർത്തകൻ പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കുകയും കേരള ഹൈക്കോടതി CBIക്ക് ഈ അന്വേഷണം കൈമാറുകയും ചെയ്ത് ജനുവരി 19, 2017 CBI എറണാകുളം കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൻ്റെ FIR സമർപ്പിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രതികളിൽ ശിക്ഷിക്കപ്പെട്ട 60-ന് മേൽ പ്രതികളിൽ പലരുടെയും ജാമ്യ ഹർജികൾ ഇപ്പോഴും സുപ്രീം കോടതിയിലൊക്കെ നിലനിൽക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ ഇപ്പോൾ ഇത് വിവാദമാകുവാനുള്ള കാരണം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ UDF അധികാരത്തിലെത്തിയാൽ വീണ്ടും 2-ാം മാറാട് മുസ്ലിം ലീഗ് ഉണ്ടാക്കും, AK ബാലൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും UDF ഭരണത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക തുടങ്ങിയ പ്രസ്താവനകളെ തുടർന്നാണ് ഈ മാറാട് വീണ്ടും ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ പ്രേക്ഷകരോട് പറയുവാനുള്ളൊരു കാര്യം, ഇവർ 2 കൂട്ടരും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒരേപോലെ ഉത്തരവാദികളായിരുന്നു ഈ മാറാട് കലാപത്തിന്. അത് പറയുവാനുള്ള കാരണം അന്ന് ഭരണത്തിലിരുന്നത് UDF ആണ്. ആ കലാപത്തെ തുടർന്നുണ്ടായ ഒരു തണുപ്പൻ അന്വേഷണ രീതികൾ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. ആരെയൊക്കെയോ സഹായിക്കുവാനായിരുന്നു അത്തരത്തിലുള്ളൊരു നടപടികൾ അവർ കൈക്കൊണ്ടത് എന്ന സംശയമുണർത്തുന്നു. ഒപ്പം തന്നെ ഈ കലാപം ഉണ്ടാക്കിയതിനെ തുടർന്ന് പ്രാഥമിക ദൃഷ്ടിയാൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. 160-ന് മേൽ ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ ഏതാണ്ട് 63-ന് മേൽ ആൾക്കാർ, 67ഓളം പേർ ശിക്ഷിക്കപ്പെടുകയും പിന്നെ 3-4 പേർ വെറുതെ മേൽക്കോടതികൾ അവരെ തെളിവില്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ ഈ ശിക്ഷിക്കപ്പെട്ട 61-ന് മേൽ ആൾക്കാരിൽ അന്ന് പറഞ്ഞിരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മാത്രമേ നിരോധിത ഭീകര സംഘടനയായ, ഇന്ന് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ആദ്യം പുറത്ത് വിട്ട വാർത്തകൾ, മനഃപൂർവ്വം പുറത്ത് വിട്ട വാർത്തകൾ. പിന്നെയാണ് ഒരു വിശദമായ അന്വേഷണവും
മാധ്യമപ്രവർത്തകരൊക്കെ നടന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമല്ല മാധ്യമപ്രവർത്തകരൊക്കെ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ അറസ്റ്റിലായവരിൽ പലരും CPIM പ്രവർത്തകരായിരുന്നു എന്ന വസ്തുതകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഭരണത്തിലിരുന്ന UDF ഈ കലാപത്തിന് സഹായിച്ച CPIM പ്രവർത്തകർ, ഒരു കേഡർ പാർട്ടിയായിട്ടുള്ള CPIMൻ്റെ പ്രവർത്തകർ സ്വേച്ഛയാ അക്കാലത്ത് എന്തായാലും ഇത്തരമൊരു കലാപത്തിൽ ഇടപെടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇന്ന് അവസ്ഥ മാറി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടപ്പോൾ അവർക്ക് ചേക്കേറുവാനൊരു ജില്ല എന്നുള്ളത് പ്രാഥമികമായി SDPI ആണെങ്കിലും CPIM മുതൽ പല പാർട്ടികളിലും BJPയിലേക്ക് ഒരു പരിധിവരെ അവരുടെ കടന്നുകയറ്റം ഇല്ല എന്ന് വേണം ഇതുവരെ കരുതാൻ. ഉണ്ടോ എന്ന് അറിയില്ല, ഭാവിയെ പറയുള്ളത്. മറ്റ് പാർട്ടികൾ CPIM ആണെങ്കിലും UDF ആണെങ്കിലും എന്തിന് മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും അവയിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഇന്നും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ അവർ സ്വേച്ഛയാ ചെയ്യുന്നവർ ആ പാർട്ടികളിലുണ്ടാവാം. പക്ഷേ അതിനും സാധ്യത വിരളമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് 2003 കാലഘട്ടത്തിൽ CPIMൻ്റെ ഒരു പ്രവർത്തകൻ, അതും ഒരു പ്രാദേശിക മേഖലയിൽ പ്രാമുഖ്യമുള്ള പ്രവർത്തകരിലൊരാൾ സ്വേച്ഛയാ ഇത്തരമൊരു നടപടികളിലേക്ക് പോകില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ UDF LDF ഈ രണ്ട് മുന്നണികളും എങ്ങനെ ഇത്തരം ഭീകരവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നു, ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവർക്ക് സംരക്ഷണമെങ്കിലും നൽകുന്നു, ഇത്തരമൊരു വർഗീയ കലാപം നടന്നു കഴിഞ്ഞാൽ അതിന് സംരക്ഷണം നൽകുന്നു, അതിനൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആ സംരക്ഷണവും പരിരക്ഷയും പരിപോഷണവും എങ്ങനെ അധികമായി ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മാറാട് കലാപമെന്നാണ് നിഷ്പക്ഷരായി ഈ സംഭവത്തെ വീക്ഷിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ മാറാട് കലാപം വീണ്ടും ചർച്ചയാകുമ്പോൾ അന്ന് മെയ് 2-ാം തീയതി മാറാട് കടപ്പുറത്ത് മരിച്ച 8 ആത്മാക്കളുടെ ഒരു ഓർമ്മ മാത്രമല്ല, തുടർന്ന് ഇത്തരമുള്ള കലാപങ്ങൾ കേരളത്തിൽ ഉണ്ടാകുവാതിരിക്കാൻ, ഒരു കാലത്തും ഇനി അത് ആവർത്തിക്കുവാതിരിക്കാനായിട്ട് കേരളത്തിലെ ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്ത് ചെയ്യുവാൻ സാധിക്കും? പ്രതികരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് ഓരോ വ്യക്തിയും ഒരു ജേർണലിസ്റ്റാക്കി മാറ്റുന്ന കാലമാണ്. വാർത്തകൾ അറിയിക്കുക. ഒപ്പം തത്വമയി ന്യൂസും നിങ്ങളോടൊപ്പം ഉണ്ടാകും. കൂടുതൽ വാർത്തകൾ ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അവയും നിങ്ങളുമായി പങ്കുവെച്ച് അതിൻ്റെ സത്യസന്ധമായൊരു വിശകലനം നമുക്ക് ഒരുമിച്ച് നടത്താം. നമസ്കാരം.